Hey everyone, welcome back to another vlog. ഇന്ന് ഞങ്ങൾ ബൂസ് ഹൗസ് ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെയാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഷിക്കാഗോയിൽ കുറേ നാളിന് ശേഷം ഇന്ന് നല്ലൊരു വെതറായിരുന്നു, നല്ലൊരു പ്ലസൻറ്റ് വെതറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നതിനെക്കാട്ടി പുറത്ത് പോയി ഒന്ന് ലഞ്ച് കഴിക്കാമെന്ന്. കുറേ നാളായി ഷിക്കാഗോയിൽ ഈ വെതർ കാരണം പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഗ്രോസറി ഷോപ്പിങ്ങിന് മാത്രമാണ് പോയിട്ടിരുന്നത്. അതാണ് ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയത്. ഇത് ബൂസ് ഹൗസിൻ്റെ ലോബിയാണ്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവരുടെ ഫ്രണ്ട് ഏരിയ ഫുള്ളും നന്നായിട്ട് വാലന്റൈൻസ് ഡേ തീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ വീക്ക് ഡേ ആണ് ലഞ്ച് കഴിക്കാൻ വന്നത്. സോ അത്ര നല്ല റഷൊന്നും ഉണ്ടായിരുന്നില്ല. ബൂസ് ഹൗസിൽ 2 ഡൈനിങ് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഹിബാച്ചി ഗ്രില്ലിനും അനദർ വൺ നോർമൽ ഡൈനിങ് ഏരിയ. അങ്ങനെയാണ് ഞങ്ങൾ ഹിബാച്ചി ഗ്രില്ലാണ് ചൂസ് ചെയ്തത്. ഒരുപാട് സ്പേഷ്യസ് ആണ് റെസ്റ്റോറൻറ്റ്, ഒരുപാട് സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഇന്ന് അധികം തിരക്കില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പാർക്കിങ്ങിന് പോലും സ്പേസ് കിട്ടത്തില്ല. വീക്കെൻഡ്സ് വരുവാണെങ്കിൽ അത്രയ്ക്ക് തിരക്കാണ്. ഈ മുന്നിൽ കാണുന്ന ഫ്ലാറ്റ് ടോപ്പ് ഗ്രില്ലിലാണ് അവർ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഇവരുടെ ഇൻറ്റീരിയർ കാണാൻ നല്ല അടിപൊളിയായിട്ടോ. ഒരു മിനി ജാപ്പനീസ് വൈബ് ഉണ്ട്. ഇത് കോംപ്ലിമെൻ്ററി സൂപ്പായിരുന്നു. കോംപ്ലിമെൻ്ററി സൂപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പറ്റൈസറായിട്ട് എഗ്ഗ് സൂഷിയാണ് ഓർഡർ ചെയ്തത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുക്ക്ഡ് സൂഷിയാണ്. ഞങ്ങൾക്ക് റോ സൂഷി കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് കുക്ക്ഡാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ബീഫ് നെഗ്മാഗി എന്ന് പറഞ്ഞ അപ്പറ്റൈസറായിരുന്നു. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളുടെ ഷെഫ്. ആ ഡിഷിലോട്ട് ഒഴിക്കുന്നത് യം സോസാണ്. ഏകദേശം എല്ലാ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സിലും പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സോസ് അവർ തരും ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള സോസ്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഫയറൊക്കെ വന്നത്. ഇത് കണ്ടപ്പോൾ മോനും ഒന്ന് ഇച്ചിരി പേടിച്ചായിരുന്നു. പക്ഷെ പിന്നെ അവൻ ഓക്കെ ആയി. ബിക്കോസ് ഫസ്റ്റ് ടൈം ആണല്ലോ ഞങ്ങളുടെ മുന്നിൽ ഇത്രയും ഫയർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അത് കാരണം കുക്കിങ്ങിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ ചെയ്ത് ഞങ്ങളടുത്തും ചോദിച്ചു ഇങ്ങനെ ചെയ്യട്ടോന്ന്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ബിക്കോസ് ഡ്രസ്സിലൊക്കെ ആയാൽ പിന്നെ അതിൻ്റെ സ്റ്റെയിൻസ് ഒന്നും പോകത്തില്ല. സോ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ എഗ്ഗ് വെച്ചിട്ട് ജസ്റ്റ് എന്തോ പെർഫോം ചെയ്തു. അത് ആക്ച്വലി ഒരു റബ്ബർ എഗ്ഗായിരുന്നു. സോ അതുകൊണ്ട് അത് പൊട്ടിയില്ല. നെക്സ്റ്റ് ഇത് ഒറിജിനൽ എഗ്ഗാണ്. അതുകൊണ്ടാണ് അയാൾ ഫ്ലാറ്റ് ടോപ്പിൻ്റെ മുകളിൽ വെച്ച് അതിനെ പെർഫോം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഏഷ്യൻ കുസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി തായ് ഫുഡ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഏഷ്യൻ കുസൈൻസ് ആണ്. ഐ മീൻ ചൈനീസ് ഫുഡ്, ഫ്രൈഡ് റൈസ് ഒക്കെയാണ്. ബിക്കോസ് എല്ലായിടത്തും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണണമെന്നില്ല. ചൈനീസ് ഫുഡ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. സോ അതായിട്ടാണ് നമ്മൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ബർഗർ, സാൻഡ്വിച്ചസ് അതൊന്നും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാറില്ല. ഇവർ കുക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാട്ടോ. ബിക്കോസ് ആ സ്പാറ്റിലയിട്ട് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലതാണ്.
ഞങ്ങൾക്ക് ഫസ്റ്റ് സെർവ് ചെയ്തത് ഫ്രൈഡ് റൈസാണ്. എല്ലാവർക്കും ഇങ്ങനെ ഓരോ ബൗളിൽ അവരിങ്ങനെ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യും. നല്ല ടേസ്റ്റായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയോ സോസ് യൂസ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കുന്നത്, എന്താണെന്ന് അറിയില്ല, പക്ഷെ ഓവറോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ നോൺ വെജാണ് അവർ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അടുത്തിരുന്ന ഫാമിലി സ്റ്റേക്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് സ്കാലപ്പാണ്, സ്കാലപ്പ് വിത്ത് ചിക്കൻ. കാർത്തിക് ഓർഡർ ചെയ്തത് ചിക്കൻ വിത്ത് വെജിറ്റബിളാണ്. കുഞ്ഞിന് ജസ്റ്റ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് എടുത്തത്. How is it, Ati? ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ഹിബാച്ചി എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാവും, പിന്നെ ഒരു പോർഷൻ നൂഡിൽ ഉണ്ടാവും, പിന്നെ സോർട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാവും, പിന്നെ ചോയ്സ് ഓഫ് മീറ്റ്. നിങ്ങൾ ഏതാണോ മീറ്റ് ചൂസ് ചെയ്യുന്നത് അത്. അവസാനം ഒരു കോംപ്ലിമെൻ്ററി ഐസ്ക്രീമും കൂടെ കിട്ടി. ഞാൻ വെനില ഐസ്ക്രീമാണ് എടുത്തത്, മോനാണെങ്കിൽ സോർബറ്റാണ് ഓർഡർ ചെയ്തത്. അവൻ ഫുൾ കഴിച്ചായിരുന്നു. അവൻ ഫസ്റ്റ് ടൈം ആ സോർബറ്റ് ട്രൈ ചെയ്യുന്നത്, അവന് നല്ല ഇഷ്ടപ്പെട്ടു. ചിക്കാഗോയിൽ 1 മാസത്തിന് ശേഷമാണ് ഇപ്പം ഇത്രയും നല്ല വെതർ വന്നത്. സോ കുറച്ച് നേരം മോന് പുറത്തൊക്കെ കളിക്കാൻ പറ്റി, അവന് നന്നായിട്ട് എൻജോയ് ചെയ്തു.